ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ. ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ നെയ്യും മിൽക്ക് മെയ്ഡും നല്ലോണം മിക്സായി വരണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. ഇപ്പോൾ ഞാൻ കട്ടകളില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ ഈ മിക്സ് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വരും ഇതുപോലെ. പിന്നെ ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ട് കട്ടയാവാൻ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ മിക്സ് ചെറുതായിട്ടൊന്ന് കട്ടയാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് പാല് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 50 ml ഉണ്ടാവും ഈ പാല്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ടൈമിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതെ മാക്സിമം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ചെറുതായിട്ടൊന്ന് കട്ടയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോടുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മിക്സ് ചെറുതായിട്ടൊന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണ്. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡിയായി വരുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഈവനായിട്ട് കൂളാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടാണ് നമുക്ക് പിടിക്കാൻ പാകത്തിനൊരു പരുവത്തിനായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടേ ഇപ്പോൾ ഇതിനുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുക്കുക. എന്നിട്ട് കയ്യിലിട്ടൊന്ന് ബോളാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് ബോൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ ആൽമണ്ടിൻ്റെ പീസാണ് കേട്ടോ വെക്കണം. അപ്പോൾ ഇതിന് പകരം പിസ്ത ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആൽമണ്ടാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പേടയും റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പേട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്